വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഫസ്ന സുബൈർ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് 2 പുഡിങ്ങിന് ഓർഡർ ഉണ്ട് എന്നുള്ളത്. ബട്ടർ സ്കോച്ച് പുഡിങ്ങിനും ഇളനീർ പുഡിങ്ങിനുമാണ് കേട്ടോ ഓർഡർ ഉള്ളത്. അപ്പം ഞാൻ അതിൻ്റെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പീസ് അല്ല ഇതിൽ ഞാൻ കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ റെസിപ്പി വീഡിയോ ഞാൻ ഇതിൻ്റെ മുന്നേ ഇട്ടിട്ടുണ്ട് കേട്ടോ. എൻ്റെ ചാനലിൽ ചെക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. 2 ലക്ഷത്തിന് മുകളിൽ ആൾക്കാർ കണ്ടിട്ടുണ്ട് കേട്ടോ. 2 വീഡിയോസും പുഡിങ് സെയിൽ ചെയ്യുന്ന ഒരുപാട് പേർക്ക് ആ വീഡിയോസ് ഉപകാരപ്പെട്ടു എന്ന് പറഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ എനിക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലും നമ്മൾ പുഡിങ് സെയിൽ ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കുറേ അധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം സെയിൽ ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. ഇപ്പോൾ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു വഴി കൂടിയാണ് നമുക്ക് ഈ ഒരു പുഡിങ് സെയിൽ ചെയ്യാന്നുള്ളത് കേട്ടോ. അപ്പം ഒരുപാട് പേർക്ക് ഈ പുഡിങ് ഉണ്ടാക്കാൻ അറിയുന്നവരായിരിക്കും, പക്ഷേ അവർക്ക് അതെങ്ങനെ സെയിൽ ചെയ്യണം അല്ലെങ്കിൽ അതിനെങ്ങനെ നമ്മൾ റേറ്റ് ഇടണം അങ്ങനെയൊന്നും അറിയാത്ത കുറേ പേരുണ്ടാവും കേട്ടോ. ഞാനും ആദ്യം അങ്ങനെ തന്നെയായിരുന്നു. എനിക്ക് പുഡിങ് ഉണ്ടാക്കാൻ അറിയായിരുന്നു, പക്ഷേ അതെങ്ങനെയാണ് സെയിൽ ചെയ്യേണ്ടത്, എങ്ങനെയാണ് അതിന് റേറ്റ് ഇടേണ്ടത് എന്നുള്ളത് എനിക്ക് ആദ്യം അറിയില്ലായിരുന്നു കേട്ടോ. ഞാൻ ഒരുപാട് പേരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്നാലും കറക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മളിത് ശരിക്കും സെയിൽ ചെയ്യുന്ന സമയത്ത് ആദ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതിന് എത്ര റേറ്റ് വാങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഇതിൻ്റെ പ്രൈസ് ലിസ്റ്റ് അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ എല്ലാ സ്ഥലത്തും ഒരേ റേറ്റ് ആയിരിക്കില്ല കേട്ടോ. പല രീതിയിലായിരിക്കും പലരും ഉണ്ടാക്കുന്നത്. അപ്പോൾ റേറ്റിലും വ്യത്യാസം വരും. ചിലവർ മുഴുവനായിട്ട് നമ്മൾ മധുരത്തിന് ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് ആയിരിക്കും ചേർക്കുന്നത്. ചിലവർ പകുതി മിൽക്ക് മെയ്ഡും പകുതി പഞ്ചസാരയും ചേർക്കുന്നവരായിരിക്കും. ചിലവർ മുഴുവനായിട്ടും പഞ്ചസാര ചേർക്കുന്നവരായിരിക്കും കേട്ടോ. അപ്പോൾ ഈ 3 രീതിയിൽ ചെയ്യുന്ന സമയത്ത് വിലയിലും നല്ല വ്യത്യാസങ്ങൾ വരാറുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ ഇളനീർ കണ്ടപ്പോൾ എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, അത് ഓർമ്മ വന്നത് കേട്ടോ. അപ്പം നമ്മളെപ്പോഴും ഈ ഒരു ഇളനീർ പുഡിങ് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇളനീർ കിട്ടിക്കൊള്ളണം എന്നില്ല അല്ലേ, നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുകയാണെങ്കിൽ. അപ്പോൾ ഞാൻ എപ്പോഴും ഇതുപോലൊരു പാത്രം കൊടുത്തു വിടും കേട്ടോ. അവിടെ നിന്ന് തന്നെ പൊട്ടിച്ച് നോക്കിയിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പം ഞാനിതിന് മുന്നേ ഒരു പുഡിങ്ങിൻ്റെ വീഡിയോ ഇട്ട സമയത്ത് ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഇതുപോലെ കടയിൽ നിന്ന് വാങ്ങാൻ പോവുകയാണെങ്കിൽ ഒരു പാത്രം കൊടുത്തു വിടുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എളുപ്പമായിരിക്കും. അവിടെ നിന്ന് തന്നെ നമുക്ക് ആ കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു ഇളനീർ വാങ്ങിയിട്ട് വരാം. നമ്മൾ വീട്ടിൽ വന്നതിന് ശേഷം വീണ്ടും അത് അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു പൾപ്പ് മൂത്ത് പോയതാണെങ്കിൽ വീണ്ടും നമ്മൾ പോകേണ്ട ഒരു അവസ്ഥ വരുമല്ലേ. എനിക്കങ്ങനെ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ആരോ എനിക്കൊരാൾ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇത്ത എൻ്റെ മോന് പാത്രം കൊടുത്തു വിട്ടിട്ടുണ്ടെങ്കിൽ പാത്രം കൊണ്ടുപോകില്ല, അവൻ ന്യൂ ജനറേഷനാണ് എന്നുള്ളത്. അപ്പോൾ ഞാൻ പാത്രം കൊടുത്തു വിടണം എന്നല്ല കേട്ടോ പറഞ്ഞത്. അവിടെ തന്നെ നമ്മളത് പൊട്ടിച്ച് നോക്കിയിട്ട് വാങ്ങിക്കൊണ്ടിരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനിയിപ്പോൾ അവരോട് പറഞ്ഞാൽ അവർ കവറിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ട് നമുക്ക് അങ്ങനെയും തരും കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു ഇളനീർ കണ്ടപ്പോൾ എനിക്ക് ആ ഒരു കമൻറ്റാണ് കേട്ടോ ഓർമ്മ വന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു വന്നത് വിലേൻ്റെ കാര്യമാണ് കേട്ടോ. അപ്പം നിങ്ങൾ ഏത് രീതിയിലാണ് പുഡിങ് ചെയ്ത് കൊടുക്കുന്നതെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ രീതിയിൽ വേണം അതിന് റേറ്റ് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിതിന് റേറ്റ് ഇടുന്നത് എങ്ങനെയാണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എത്രയാണ് ചിലവായിട്ടുള്ളതെന്ന് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യും. അതിന് ശേഷം പ്ലസ് 200 രൂപ ഞാൻ എക്സ്ട്രാ വാങ്ങുകയാണ് കേട്ടോ ചെയ്യാറുള്ളത്. അപ്പോൾ എല്ലാവരും ഒരുപോലെയല്ല. ചിലവർ ആ 200 രൂപയിൽ കുറവായിരിക്കും, ചിലവർ 200 രൂപയിൽ കൂടുതലായിരിക്കും വാങ്ങുക. അപ്പോൾ അത് ഓരോരുത്തരും അവരവരുടെ രീതിയിൽ വാങ്ങുക കേട്ടോ. ഇനി എന്നോട് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ ചൈന ഗ്രാസിനെ പറ്റിയിട്ടുള്ളത്. അപ്പോൾ ഈ ചൈന ഗ്രാസും ജലാറ്റിനും ചേർത്തിട്ട് നമ്മൾ പുഡിങ് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസവും രണ്ടും തമ്മിൽ ഉള്ള ക്വാണ്ടിറ്റി കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക, നിങ്ങൾ നോക്കി നോക്കുക കേട്ടോ. അപ്പം ഞാനിവിടെ ഒരു ട്രേ പുഡിങ് എന്ന് പറയുന്നത് 2 പാക്കറ്റ് പാല്, അതിലേക്ക് 2 പാക്കറ്റ് ചൈന ഗ്രാസ്, 1 ടിൻ മിൽക്ക് മെയ്ഡ്, ആ ഒരു കണക്കിലാണ് കേട്ടോ ഞാൻ ചെയ്യാറുള്ളത്. നമ്മൾ പുഡിങ് സെയിൽ ചെയ്യുന്ന സമയത്ത് ഇളനീര് അല്ലെങ്കിൽ ക്യാരറ്റ് അങ്ങനെ പൾപ്പുകൾ ചേർത്ത് ഉണ്ടാക്കുന്ന പുഡിങ് ഉണ്ടാവില്ലേ, അതിലേക്ക് നമ്മൾ
ഒരു 2 ഗ്രാം ചൈന ഗ്രാസ് കൂടുതൽ ചേർക്കും കേട്ടോ. അപ്പോൾ ഒരു ട്രേയിൽ ഞാൻ പറഞ്ഞില്ലേ 2 പാക്കറ്റ് പാൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ 2 പാക്കറ്റ് പാലിന് 20 ഗ്രാം ചൈന ഗ്രാസ് ആണ് എടുക്കാറുള്ളത്. 2 പെട്ടി ചൈന ഗ്രാസ് കേട്ടോ, 10 ഗ്രാമിൻ്റെ. അപ്പോൾ ഒരു പാക്കറ്റ് പാലിന് 10 ഗ്രാം ചൈന ഗ്രാസ് എന്നുള്ള കണക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പുറത്തേക്ക് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് 20 ഗ്രാം ചൈന ഗ്രാസിൻ്റെ കൂടെ ഒരു 2 ഗ്രാം ചൈന ഗ്രാസ് കൂടുതൽ ചേർക്കും കേട്ടോ. അപ്പോൾ ആ ചേർക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൾപ്പുകൾ ചേർത്ത് ഉണ്ടാക്കുന്ന ആ ഒരു പുഡിങ്ങിൽ മാത്രമാണ്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ ഫംഗ്ഷനൊക്കെ കൊണ്ടുപോകുന്ന പുഡിങ് ആണെങ്കിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്ന രീതിക്കാണ് കേട്ടോ നല്ലത്. നമ്മൾ വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ അതൊരു ക്രീമി ടെക്സ്ചറിൽ ഉണ്ടാക്കുന്നത് തന്നെയാണ് ടേസ്റ്റ്. അപ്പോൾ ഒരുപാട് ആൾക്കാരുടെ അടുത്ത് പറഞ്ഞ് 20 ഗ്രാം അതിൻ്റെ കൂടെ 2 ഗ്രാമും കൂടി കൂട്ടുന്ന സമയത്ത് ഭയങ്കരമായിട്ട് കട്ടിയായിട്ട് പോലെ ഇല്ല കേട്ടോ, കറക്റ്റാണ്. ഞാൻ എപ്പോഴും ചെയ്യാറുള്ളതാണ്. ഒരു 2 ഗ്രാം കൂടുതൽ മതി കേട്ടോ. അതുപോലെ നമ്മൾ ആ ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നല്ലോണം കട്ടിയിൽ തന്നെ നിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു 4-5 ഗ്രാം കൂടുതൽ ചേർക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു പുഡിങ്ങിൻ്റെ ടേസ്റ്റേ മാറിപ്പോവും, ടെക്സ്ചറും മാറിപ്പോവും കേട്ടോ. 2 ഗ്രാം മാത്രം കൂടുതൽ ചേർത്താൽ മതി. പിന്നെ നമ്മൾ ഈ എസൻസ് അല്ലെങ്കിൽ ബട്ടർ സ്കോച്ച് അങ്ങനെയൊക്കെ ചെയ്യുന്ന ആ ഒരു പുഡിങ്ങിൽ കറക്റ്റ് 10 ഗ്രാം, ഒരു പാക്കറ്റ് പാലിന് 10 ഗ്രാം ചൈന ഗ്രാസ് തന്നെ മതി. 2 പാക്കറ്റ് പാലിന് 20 ഗ്രാം ചൈന ഗ്രാസ് മാത്രം മതി കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ സെയിൽ ചെയ്യുകയാണെങ്കിൽ മാത്രം. ഇനി നിങ്ങളെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് ഉണ്ടാക്കുന്നതെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഈ പൾപ്പും ഒക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുന്ന ഈ പുഡിങ്ങിന് ഒരു പാക്കറ്റ് പാലിന് 8 ഗ്രാം മുതൽ 10 ഗ്രാം ചൈന ഗ്രാസ് മാത്രം ചേർത്താൽ മതി കേട്ടോ. പിന്നെ എസൻസും അല്ലെങ്കിൽ ബട്ടർ സ്കോച്ചൊക്കെ വെച്ചുണ്ടാക്കുന്ന ആ ഒരു പുഡിങ് ആണെങ്കിൽ ഒരു 5-6 ഗ്രാം ചൈന ഗ്രാസ് മാത്രം മതിയാവും. അത് നമ്മൾ വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ മാത്രം കേട്ടോ. പുറത്തേക്ക് നമ്മൾ സെയിൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ അതേ കറക്റ്റിൽ തന്നെ ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെയാണെങ്കിലാണ് നമ്മളിപ്പോൾ കുറച്ച് ദൂരേക്കൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് നമ്മൾ ആ ഒരു പുഡിങ് കറക്റ്റ് ആ ഒരു ടെക്സ്ചറിൽ അവിടെ എത്തുള്ളൂ കേട്ടോ. അതുകൊണ്ടും കൂടിയാണ് നമ്മൾ ആ ഒരു രീതിയിൽ ചൈന ഗ്രാസ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ നമ്മൾ ചൈന ഗ്രാസ് കുതിർക്കാൻ വേണ്ടി വെക്കണം കേട്ടോ. ഏറ്റവും കുറഞ്ഞൊരു 10 മിനിറ്റെങ്കിലും നിങ്ങൾ കുതിർക്കാൻ വേണ്ടി മാറ്റി വെക്കണം. 10 മുതൽ 15 മിനിറ്റ് വരെ വെച്ച് കൊടുക്കുക. എന്നാൽ മാത്രമാണ് നമുക്ക് നല്ല കറക്റ്റ് രീതിയിൽ അതും പെട്ടെന്ന് തന്നെ മെൽറ്റായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ ഒരു പാക്കറ്റ് ചൈന ഗ്രാസ് 10 ഗ്രാം ചൈന ഗ്രാസിന് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ കുതിരാൻ വേണ്ടി മാറ്റി വെക്കേണ്ടത്. അത് നോർമൽ വാട്ടർ തന്നെ കേട്ടോ. അത് ഒഴിച്ചിട്ടാണ് നമ്മൾ കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് മാത്രം ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. നമ്മൾ പെട്ടെന്ന് തന്നെ അത് മെൽറ്റായി കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് കൊടുക്കരുത്. അങ്ങനെയാണെങ്കിൽ നമ്മളെ ഈ ഒരു പുഡിങ് സെറ്റായിട്ട് കിട്ടൂല കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് മാത്രം മെൽറ്റ് ചെയ്തിട്ട് എടുക്കുക. ഇനിയിപ്പോൾ നമ്മൾ പാല് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് വേണം നമ്മളിതിലേക്ക് മിൽക്ക് മെയ്ഡും പഞ്ചസാരയും ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ അടുപ്പിലേക്ക് പാല് വെച്ച് കൊടുത്തിട്ട് ചൂടായതിന് ശേഷമാണ് നമ്മൾ മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആദ്യം പാലിലേക്ക് മിൽക്ക് മെയ്ഡും ആവശ്യത്തിനുള്ള പഞ്ചസാരയും ചേർത്ത് കൊടുത്ത് ആ ഒരു മിൽക്ക് മെയ്ഡ് പാലിലേക്ക് ഒന്ന് മിക്സ് ആയതിന് ശേഷം മാത്രം നമ്മൾ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ നമ്മൾ ഇളനീർ പുഡിങ്ങോ ക്യാരറ്റ് പുഡിങ്ങോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ അരച്ചെടുക്കുമല്ലോ. ആ ഒരു സമയത്ത് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ആ പാലിൽ നിന്ന് തന്നെ കുറച്ച് പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു പുഡിങ് ഉണ്ടാക്കുന്നതിന് മുന്നേ ആയിട്ട് സെറ്റ് ചെയ്ത് വെക്കുക കേട്ടോ. അതിനുശേഷം മാത്രം നമ്മൾ ഈ ഒരു പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുക. ഇപ്പം നമ്മൾ പാത്രം പിന്നെ എടുക്കുക, അല്ലെങ്കിൽ അതിലേക്കുള്ളത് പിന്നെ അരച്ചെടുക്കുക, ലാസ്റ്റ് അരച്ചെടുക്കുക, അങ്ങനെയൊന്നും അല്ല കേട്ടോ ചെയ്യേണ്ടത്. എല്ലാ കാര്യങ്ങളും നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രം നമ്മൾ പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുക. അതുപോലെ ഒരേ സമയത്ത് തന്നെ പാലും ചൈന ഗ്രാസും അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് ഫ്ലെയിം കൂട്ടി വെക്കരുത് കേട്ടോ. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് മാത്രമേ നമ്മൾ ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പാടുള്ളൂ. അപ്പം നമ്മൾ ഈ ഒരു പുഡിങ് ഉണ്ടാക്കുന്ന സമയത്ത് പാല് തിളക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് പാല് തിളച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമുണ്ടോ എന്നുള്ളത്. തിളച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരുപാട് പേർക്ക് പുഡിങ് ഉണ്ടാക്കുന്ന സമയത്ത് പറ്റുന്നൊരു കാര്യമാണ് പുഡിങ് പിരിഞ്ഞു പോവുക എന്നുള്ളത് കേട്ടോ. അപ്പം നമ്മളിത് തിളപ്പിക്കുന്ന ആ ഒരു സമയത്തും പിരിഞ്ഞു പോകാൻ വേണ്ടി ചാൻസ് ഉണ്ട്. ഞാനെപ്പോഴും പുഡിങ് ഉണ്ടാക്കാറുള്ളത് അത്യാവശ്യം പാല് നല്ലവണ്ണം ചൂടാവുന്ന സമയത്ത് ഈ ഒരു ചൈന ഗ്രാസ് ഇതിലേക്ക് മിക്സ് ആക്കും കേട്ടോ. എന്നിട്ട്
അത്യാവശ്യം നല്ലോണം തന്നെ ഒന്ന് ചൂടായാൽ മാത്രം മതി, തിളച്ച് പോകേണ്ട ആവശ്യമേ ഇല്ല കേട്ടോ. പുഡിങ് ഉണ്ടാക്കുന്ന സമയത്ത് പുഡിങ് പിരിഞ്ഞു പോകുക എന്നുള്ള പ്രശ്നങ്ങൾ വരുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. എൻ്റെ അടുത്ത് ഒരുപാട് പേര് മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ പിരിഞ്ഞു പോകുന്നതെന്നുള്ളത്. അതിനുള്ള ഒരു കാരണമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മൾ പാല് തിളപ്പിച്ച് കഴിയുന്ന ഈ ഒരു ചൈന ഗ്രാസ് ഒക്കെ ചേർത്ത് കൊടുത്ത് നമ്മൾ അതിലേക്കുള്ള പൾപ്പും കാര്യങ്ങളൊക്കെ ഒഴിച്ചതിന് ശേഷം തിളപ്പിക്കുന്ന സമയത്ത് ചിലത് പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ ഒരു പാലിലേക്ക് ചൈന ഗ്രാസ് മിക്സ് ചെയ്യുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ പെട്ടെന്ന് പിരിഞ്ഞു പോകാൻ വേണ്ടി ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ ഈ ഒരു ചൈന ഗ്രാസ് ഇതിലേക്ക് മിക്സ് ചെയ്യുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇതിലേക്ക് ചൈന ഗ്രാസ് ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ട് വീണ്ടും ഫ്ലെയിം ഓൺ ചെയ്യുക. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് നേരം കൂടി ഒന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ പുഡിങ് ഉണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ ഈ ഒരു പുഡിങ് സെയിൽ ചെയ്യുന്ന സമയത്ത് നല്ല ക്വാളിറ്റിയോട് കൂടി തന്നെ നമ്മൾ ഈ ഒരു പുഡിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ചിലവർ അവർക്ക് ഇതിൽ നിന്ന് ലാഭം മാത്രമാണ് അവർ പ്രതീക്ഷിക്കുന്നത്. നമ്മൾ ഇതൊരു സെയിൽ ചെയ്യുന്നൊരു സംഭവമാണ്, വീണ്ടും വീണ്ടും നമുക്ക് കൊടുക്കാനുള്ള ഒരു കാര്യം കൂടിയാണല്ലേ. അപ്പം നമ്മൾ കൊടുക്കുന്ന ആ ഒരു ഐറ്റം നല്ലതാണെങ്കിൽ മാത്രമേ നമുക്ക് വീണ്ടും വീണ്ടും അതിന് ഓർഡർ കിട്ടുകയുള്ളൂ കേട്ടോ. അപ്പം അതും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് ഈ ഒരു പുഡിങ് കൊടുക്കുന്ന സമയത്ത് 2 രീതിയിലുള്ള കസ്റ്റമേഴ്സാണ് കേട്ടോ നമുക്ക് വരിക. ആദ്യത്തേലുള്ളവരാണെങ്കിൽ അവർ നമ്മളോട് പറയുന്നത് എന്താണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ എത്രയും നല്ല രീതിയിൽ ഞങ്ങൾക്ക് പുഡിങ് തരാൻ പറ്റുമോ അത്രയും നല്ല രീതിയിൽ തരിക, റേറ്റ് ഒന്നും അവർക്ക് പ്രശ്നമില്ല എന്നാണ് പറയുന്നത്. പക്ഷേ അടുത്ത ആൾക്കാർ പറയണത് എന്താണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എത്രയും റേറ്റ് കുറച്ച് ഞങ്ങൾക്ക് തരാൻ പറ്റുമോ അത്രയും ഞങ്ങൾക്ക് കുറച്ച് തരണം എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ നമ്മൾ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഞങ്ങൾ 3 രീതിയിൽ പുഡിങ് ഉണ്ടാക്കും. ആദ്യത്തേത് മുഴുവനായിട്ട് നമ്മൾ മിൽക്ക് മെയ്ഡ് ചേർത്തിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. രണ്ടാമത്തേത് പകുതി മിൽക്ക് മെയ്ഡും പകുതി പഞ്ചസാരയാണ് ചേർക്കുന്നത്. മൂന്നാമത്തെ രീതി എന്ന് പറയുന്നത് പഞ്ചസാര മാത്രം ചേർത്തിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഈ 3 രീതിക്കും റേറ്റിലും വ്യത്യാസം വരും. റേറ്റിൽ മാത്രമല്ല ടേസ്റ്റിലും വ്യത്യാസം ഉണ്ടാവുന്ന അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക കേട്ടോ. അതുപോലെ നമ്മൾ പുഡിങ്ങിലേക്ക് ഇതുപോലെ ഇളനീനോ അല്ലെങ്കിൽ ക്യാരറ്റോ ഒക്കെ നമ്മളൊന്ന് അരച്ചൊഴിച്ച് കൊടുക്കൂലേ, ആ ഒരു സമയത്ത് അത് അരക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് എടുക്കുന്ന പാലിൽ നിന്ന് തന്നെ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് വേണം നമ്മളത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ പുഡിങ് ഉണ്ടാക്കാൻ തുടങ്ങുന്നതിൻ്റെ മുന്നേ ആയിട്ട് നമ്മളിതൊന്ന് അരച്ച് വെക്കുക. ഇനി പുഡിങ് റെഡി ആയതിന് ശേഷം ലാസ്റ്റാണ് നമ്മളിത് ഒഴിച്ചു കൊടുക്കുന്നതെങ്കിൽ ആ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു അരച്ച് വെച്ചിട്ടുള്ള ഈ ഒരു പൾപ്പ് കട്ടിയായി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ റെഡി ആക്കിയിട്ടുള്ള പുഡിങ്ങിൽ നിന്ന് കുറച്ചും കൂടി പാൽ ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ടൊന്ന് ലൂസാക്കി എടുത്തതിന് ശേഷം വേണം നമ്മളിത് പുഡിങ്ങിലേക്ക് ഒഴിച്ച് മിക്സാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ആ കട്ടയോടെ തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു പുഡിങ്ങിലേക്ക് അത് മിക്സ് ആവാൻ വേണ്ടിയിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അതിലേക്ക് മിക്സ് ആയിക്കോളും. ഇനി ഒരുപാട് കമൻറ്റ് എനിക്ക് വന്നിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു ട്രേനെ കുറിച്ചിട്ട്. ഈ ഒരു ട്രേ എവിടെ നിന്നാണ് വാങ്ങിയിട്ടുള്ളത്, ഇതിൻ്റെ സൈസ് ഒക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുമോ എന്നുള്ളത്. അപ്പം ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്, എന്നാലും അറിയാത്തവർക്കായിട്ട് പറയുകയാണേ. ഈ ഒരു ട്രേ ഞാൻ പാത്രക്കടയിൽ നിന്നാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. ഇതിൻ്റെ സൈസ് എന്ന് പറയണത് 13.5 ഇഞ്ച് നീളവും 10.5 ഇഞ്ച് വീതിയുമാണ് കേട്ടോ ഉള്ളത്. പക്ഷെ ഞാൻ ഈ ഒരു ട്രേ വാങ്ങിയ സമയത്ത് എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് അറിയില്ലായിരുന്നു എങ്ങനത്തെ ട്രേ ആണ് വാങ്ങണ്ടേന്നുള്ളത്. അപ്പം ഞാൻ കൂടുതലായിട്ട് വാങ്ങിയിട്ടും ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ട്രേൻ്റെ സൈഡ് ഭാഗമൊക്കെ കുറച്ചിങ്ങനെ പരന്നിട്ടാണ് കേട്ടോ ഉള്ളത്. അപ്പം നിങ്ങൾ വാങ്ങുന്ന സമയത്ത് കുറച്ചും കൂടി ഒരു ഹൈറ്റിൽ ഉള്ളത് വാങ്ങാൻ വേണ്ടിയിട്ട് നോക്കുക. ഇത് ഈ ഒരു പാത്രം കറക്റ്റ് പുഡിങ്ങിൻ്റെ അളവിന് അനുസരിച്ചിട്ടുള്ള പാത്രം തന്നെയാണ്. എന്നാൽ കൂടി കുറച്ചും കൂടി ഹൈറ്റ് ഉള്ളതാകുമ്പോൾ നമുക്കിത് കവർ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടിയും എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ട്രേ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ആ ഒരു സൈഡ് ഭാഗം കുറച്ചും കൂടി ഹൈറ്റ് ഉള്ളത് വാങ്ങാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. പുഡിങ് റെഡി ആയിട്ട് നമ്മൾ ഇതുപോലെ ട്രേയിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലുള്ള ഈ ഒരു ബബിൾസൊക്കെ ഒരു സ്പൂണ് വെച്ചിട്ട് നമ്മളൊന്ന് മാറ്റി കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ആ ഒരു പുഡിങ് കാണാനൊരു ഭംഗിയൊന്നും ഉണ്ടാവില്ല. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിൽ മുഴുവനായിട്ട് നിങ്ങൾ ഡെക്കറേഷൻ ചെയ്യുന്നതാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു പുഡിങ് സെറ്റായിട്ട് വരുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ അവിടെ ആയിട്ട് ഒരു ഭംഗിയില്ലാതെ കിടക്കും. അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ഞാൻ ഇളനീൻ്റെ പുഡിങ് ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ ഇളനീൻ്റെ ചെറിയ ചെറിയ പീസസ് ആദ്യം ഇട്ട് കൊടുക്കും. പിന്നെ അതിലേക്ക് ബദാമാണ് ഇട്ട് കൊടുക്കുന്നത്, ചോപ്പ് ചെയ്തിട്ടുള്ള ബദാം. അപ്പം അതിൻ്റെ മുകളിലുള്ള ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ അവരവരെ ഇഷ്ടം പോലെ ചെയ്ത് കൊടുക്കുക കേട്ടോ.
ബദാമോ പിസ്തയോ അല്ലെങ്കിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ടോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ആരോ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ ഈ ഒരു പുഡിങ് അരിച്ചൊഴിക്കുന്ന ആ ഒരു അരിപ്പല്ലേ അത് വൃത്തിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്, അതിന് എന്തെങ്കിലും ഒരു ടിപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ചൈന ഗ്രാസ് മെൽറ്റ് ആക്കി എടുത്തിട്ടുള്ള ആ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാക്കി എടുക്കുക കേട്ടോ. അത്യാവശ്യം നല്ലവണ്ണം തന്നെ ചൂടാക്കിയിട്ട് എടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റോളം ആ ഒരു വെള്ളത്തിലേക്ക് ഈ ഒരു അരിപ്പ പാത്രമൊക്കെ ഒന്ന് ഇറക്കി വെച്ച് കൊടുത്താൽ മതി കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് വൃത്തിയായിട്ട് കിട്ടും. അതുപോലെ പുഡിങ് നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കുന്നതിനെ പറ്റിയിട്ട് കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഏത് സമയത്താണ് വെച്ച് കൊടുക്കേണ്ടത്, എത്ര മണിക്കൂർ വെച്ച് കൊടുക്കണം, എത്ര ദിവസം നമ്മൾ ഈ ഒരു പുഡിങ് ഫ്രിഡ്ജിൽ കേടാവാതെ ഇരിക്കും എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഈ ഒരു പുഡിങ് ഉണ്ടാക്കിയിട്ട് നമ്മൾ റൂം ടെമ്പറേച്ചറിൽ ആവുന്നത് വരെ, ആ ഒരു ചൂടൊക്കെ ഒന്ന് പോകുന്നത് വരെ പുറത്ത് വെക്കുക. അതിനുശേഷം നമുക്ക് ഫ്രിഡ്ജിലേക്ക് എടുത്തു വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു റൂം ടെമ്പറേച്ചറിൽ വരുന്ന സമയത്ത് ചൈന ഗ്രാസ് ചേർത്തിട്ടുള്ള പുഡിംഗ് ആണെങ്കിൽ സെറ്റ് ആയിട്ടുണ്ടാവും കേട്ടോ. ജലാറ്റിൻ വെച്ചിട്ടുള്ള ആ ഒരു പുഡിംഗ് ആണെങ്കിൽ മാത്രം നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെച്ചാലേ സെറ്റ് ആവുള്ളൂ. അപ്പോൾ നമ്മൾ അതിൻ്റെ ആ ഒരു ചൂട് നല്ലവണ്ണം പോയതിന് ശേഷം മാത്രം ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കുക. ഫ്രീസറിൽ വെക്കരുത്, താഴെയാണ് വെച്ച് കൊടുക്കേണ്ടത്. കുറേ ആൾക്കാരോട് ചോദിച്ചിട്ടുണ്ട് ഫ്രീസറിലാണോ വെച്ച് കൊടുക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഫ്രീസറിൽ വെച്ച് കൊടുക്കരുത് കേട്ടോ, താഴെയാണ് വെച്ച് കൊടുക്കേണ്ടത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് വന്ന ഓർഡറൊക്കെ ആണെങ്കിൽ, ഇപ്പം നമുക്ക് രാവിലെ ഓർഡർ വന്നിട്ട് ഒരു 3 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് കൊടുക്കണം എന്നൊക്കെ പറയുകയാണെങ്കിൽ നമ്മളത് ഉണ്ടാക്കിയിട്ട് നമ്മളൊരു 1 മണിക്കൂറോളം നമുക്ക് ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കുക. അതിന് ശേഷം താഴോട്ടേക്ക് ഇറക്കി വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അല്ല നമുക്ക് പിറ്റേ ദിവസത്തേക്കുള്ള ഓർഡർ ആണെങ്കിൽ താഴെ തന്നെ വെച്ചാൽ മതി. അതുപോലെ ഞാൻ ഈ ഒരു പുഡിങ് സെയിൽ ചെയ്യുന്ന സമയത്ത് ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് കവർ ചെയ്തിട്ടാണ് കേട്ടോ കൊടുക്കാറുള്ളത്. ഇനിയിപ്പോൾ ഫ്രിഡ്ജിലേക്ക് നിങ്ങൾ വെച്ച് കൊടുക്കുന്ന സമയത്ത് ആ ഒരു ഫ്രിഡ്ജിൽ നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് ഉള്ള സാധനങ്ങളൊക്കെ വെച്ച് ഉപയോഗിക്കുന്ന ഫ്രിഡ്ജ് ആണെങ്കിൽ ഇപ്പം ആ ഒരു പച്ചക്കറികളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ആ ഒരു മണം ഇതിലേക്ക് നമ്മൾ ഈ ഒരു പുഡിങ്ങിലേക്ക് പിടിക്കാൻ വേണ്ടി ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് നല്ലവണ്ണം ഒന്ന് കവർ ചെയ്തിട്ട് വെച്ച് കൊടുക്കുക. ചൂടോടെ തന്നെ ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് കവർ ചെയ്യരുത് കേട്ടോ. അത് നല്ലവണ്ണം ആ ഒരു ചൂടൊക്കെ പോയതിന് ശേഷം മാത്രമേ നിങ്ങൾ കവർ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. എന്നിട്ട് വെച്ച് കൊടുക്കുക. ഇല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഒരു ബേക്കിങ്ങോ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അതിനായിട്ടുള്ള ഒരു ഫ്രിഡ്ജ് ഉണ്ടാവുമല്ലോ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അത് കവർ ചെയ്യാതെ തന്നെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ സെയിൽ ചെയ്യുന്ന ആ ഒരു സമയമാകുമ്പോൾ നിങ്ങളൊന്ന് കവർ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അതുപോലെ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് എത്ര ദിവസം വരെ നമുക്ക് ഈ ഒരു പുഡിങ് ഉപയോഗിക്കുക എന്നുള്ളത്. ഞാൻ 3 ദിവസം വരെ ഉപയോഗിക്കാറുള്ളൂ. ചിലവർ അതിൻ്റെ കൂടുതൽ ദിവസം ഉപയോഗിക്കാറുണ്ടാവുമായിരിക്കാം, പക്ഷെ ഞാൻ 3 ദിവസം വരെ ഉപയോഗിക്കാറുള്ളൂ കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാലും പിന്നെ അതിലേക്ക് നമ്മൾ ഫ്രൂട്ട്സിൻ്റെ പൾപ്പും കാര്യങ്ങളൊക്കെ ചേർക്കുന്നതല്ലേ, അതുകൊണ്ടാണ് ഞാൻ 3 ദിവസം വരെ എന്ന് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ കേക്കൊക്കെ തലേ ദിവസം ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം കഴിക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതലുള്ളത്. അതേപോലെ തന്നെയാണ് കേട്ടോ ഈ ഒരു പുഡിങ്ങും തലേ ദിവസം ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം കഴിക്കുമ്പോഴാണ് കൂടുതലായിട്ട് എനിക്ക് ടേസ്റ്റ് തോന്നാറുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ എൻ്റെ ഒരു വീഡിയോ. പുഡിങ് സെയിൽ ചെയ്യുന്നവർക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇതിൻ്റെ മുന്നേ ഞാൻ പുഡിങ്ങിൻ്റെ വീഡിയോസ് ഇട്ടതിലൊക്കെ ഇതിലുള്ള കുറേ കാര്യങ്ങളൊക്കെ ഞാൻ അതിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് കൂടിയാണ് കേട്ടോ ഈ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ ബൈ.